ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഓൾ. സ്ട്രാറ്റജി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഇന്ന് നമ്മൾ EVൻ്റെ കാൽക്കുലേഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. EVൻ്റെ കാൽക്കുലേഷനുള്ള ഇക്വേഷൻസും അതിൻ്റെ മീനിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ രണ്ട് ഇല്ലുസ്ട്രേഷൻസാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ, എയ്സർ ആൻഡ് അസോസിയേറ്റ്സ്, എ മെഡിക്കൽ കെയർ പ്രാക്ടീസ് കമ്പനി, ഹാസ് എ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് 10%. It has employed of mostly long-term capital to run the practice according to the most recent balance sheet. And the most recent income statement shows the following. Statement of income: net revenue 4 lakhs, cost of sales 24 lakhs, gross margin 1,60,000, operating expenses 75,000, operating profit before tax 85,000, tax on profit at 40% 34,000 and operating profit after tax 51,000. സോ നമുക്കറിയാം EVയെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മൈനസ് ക്യാപിറ്റൽ ചാർജ് ആണ്. ക്യാപിറ്റൽ ചാർജ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. ദെൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 51,000 ആണ്. അവിടെ നമ്മൾ ഇൻട്രസ്റ്റ് ഡിഡക്റ്റ് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് നമ്മൾ ഇൻട്രസ്റ്റ് ആഡ് ബാക്ക് ചെയ്യേണ്ട ആ ഒരു കേസ് ഇവിടെ വരുന്നില്ല. സോ നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 51,000 നമുക്ക് എടുക്കാം. ദെൻ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10% ആണ്, ക്യാപിറ്റൽ എംപ്ലോയിഡ് 3 lakhs ആണ്. സോ EV ഈസ് ഈക്വൽ ടു 51,000 മൈനസ് 3 lakhs ഇൻറ്റു 10%, ദാറ്റ് ഈസ് ഈക്വൽ ടു 21,000 എന്ന് EVയെ കിട്ടും. The next one, Indus Machine Tools Limited is a private limited company at Mumbai. Its balance sheet information is given as follows. Cash 4,940, raw material stock 86,400, finished goods 1,360, accounts receivables 4,29,300, fixed assets 1 crore, account payables 2,88,000, bank overdraft 4,84,000, long-term debt 60 lakhs and equity 40 lakhs. Then additional information തന്നിട്ടുണ്ട്. Sales rupees 28,62,000, cost 11,48,400, tax rupees 6,85,440, cost of capital 12.422%. Calculate EVA. സോ ഇവിടെ നമുക്ക് സെയിൽസും അതുപോലെ കോസ്റ്റിൻ്റെ ഇൻഫർമേഷൻസൊക്കെ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും? നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ദെൻ ബാലൻസ് ഷീറ്റ് ഇൻഫർമേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എത്രയാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഉള്ളത് എന്നും കാൽക്കുലേറ്റ് ചെയ്യാം. സോ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് ഇവിടെ ബാലൻസ് ഷീറ്റിൽ ദാറ്റ് മീൻസ് ലാബിലിറ്റീസ് ടോട്ടൽ നോക്കുമ്പോൾ അതിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് വരുന്നുണ്ട്, ലോങ് ടേം ഡെപ്റ്റ് വരുന്നുണ്ട്, ഇക്വിറ്റി വരുന്നുണ്ട്. ഇത് മൂന്നും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത്. സോ 4,84,000 പ്ലസ് 60 lakhs പ്ലസ് 40 lakhs ദാറ്റ് ഈസ് ഈക്വൽ ടു 1,04,84,000. അപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടി. ഇനി നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കാണണം. ക്വസ്റ്റ്യന് സെയിൽസ് തന്നിട്ടുണ്ട് 28,62,000 ആണ്. അതിൽ നിന്ന് കോസ്റ്റ് കുറക്കുക. കോസ്റ്റ് മീൻസ് ഫിക്സ്ഡ് കോസ്റ്റും വാരിയബിൾ കോസ്റ്റും ആവാം. നമുക്ക് ഡയറക്റ്റായിട്ട് കോസ്റ്റ് തന്നിട്ടുണ്ട്. സോ ടോട്ടൽ കോസ്റ്റ് 11,48,400 ഡിഡക്റ്റ് ചെയ്താൽ കിട്ടുന്ന 17,30,600 എബിറ്റ് ആയിരിക്കും, ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അതിൽ നിന്ന് ടാക്സ് കുറക്കുക. ഇൻട്രസ്റ്റിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടില്ല. സോ ഇൻട്രസ്റ്റ് ഡിഡക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ടാക്സ് നേരെ കുറക്കാം. നമുക്ക് എത്രയാണ്? 6,85,450. സോ ദ ബാലൻസ് 10,28,160 ആയിരിക്കും നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഇനി നമുക്ക് EVയെ ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തുകൊണ്ട് കാണാം. EV ഈസ് ഈക്വൽ ടു 10,28,160 മൈനസ് 12.422% ഓഫ് 1,04,84,000. സോ അത് ഡിഡക്റ്റ് ചെയ്താൽ കിട്ടുന്നത് ഫൈനൽ എമൗണ്ട് EVയെ വിൽ ബി 2,74,162. ഓക്കെ, ഇത്രയും ക്ലിയർ ആയിട്ടെന്ന് കരുതുന്നു. താങ്ക് യു.